RCBക്കും KKRനും കിട്ടാക്കനിയായിട്ടുള്ള ഒരു കപ്പ്. 2025 ചാമ്പ്യന്മാരായ ഇത്തവണ ഫൈനലിസ്റ്റുകളായിട്ടുള്ള RCBക്കും 3 തവണ ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ കിരീടം തൂക്കിയിട്ടുള്ള കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനും ഇത് കിട്ടാക്കനിയായിട്ട് തുടരുകയാണ്. എന്ന് നേടുമായിരിക്കും അവർ ഈ കപ്പ്? ഏത് കപ്പാണെന്നുള്ളതല്ലേ? IPL നല്ല നടപ്പിനുള്ള ഒരു കപ്പ്, IPL ഫെയർ പ്ലേ അവാർഡ്. അന്നേ കഴിഞ്ഞ 19 വർഷങ്ങളുടെ ചരിത്രത്തിനിടയിൽ ഇതുവരെ ഒരൊറ്റ തവണ പോലും ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഫെയർ പ്ലേ അവാർഡ് തൂക്കാൻ ഈ രണ്ട് ടീമുകൾക്കും കഴിഞ്ഞിട്ടില്ല. എന്നാൽ ഏറ്റവും കൂടുതൽ തവണ ഫെയർ പ്ലേ അവാർഡ് നേടിയിട്ടുള്ള ടീം ഏതാണെന്ന് അറിയോ? 7 വട്ടം നേടിയ ചെന്നൈ സൂപ്പർ കിങ്സ്. 7 തല ഫോർ എ റീസൺ. ചേട്ടാ, അപ്പോൾ ഇതിന്റെ പോയിന്റ് എങ്ങനെയായിരിക്കും കാൽക്കുലേറ്റ് ചെയ്യുന്നത്? അത് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. ഒരു മാച്ചിൽ മാക്സിമം 10 പോയിന്റ് 4 കാറ്റഗറികളായിട്ട് തിരിക്കും. ഗെയിമിന്റെ സ്പിരിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് 4 പോയിന്റ്, എതിരാളികളെ റെസ്പെക്ട് ചെയ്യുന്നതിന് 2 പോയിന്റ്, ഗെയിമിന്റെ നിയമങ്ങളെ കൃത്യമായി ഫോളോ ചെയ്യുന്നതിന് 2 പോയിന്റ്, അമ്പയർമാരെ റെസ്പെക്ട് ചെയ്യുന്നതിന് 2 പോയിന്റ്. ഓൺ ഫീൽഡിലെ 2 അമ്പയർമാരും തേർഡ് അമ്പയറോടെ ചേർന്നിട്ടായിരിക്കും ഈ പോയിന്റുകൾ കൃത്യമായി വീതിച്ചു കൊടുക്കുക. എന്നിട്ട് അത് നേരെ മാച്ച് റഫറിയുടെ കൈകളിലേക്ക് പോകുന്നു. മാച്ച് റഫറി ഇതിനൊരു അന്തിമ തീരുമാനം സൈൻ ചെയ്യുന്നു. അത് പോയിന്റ് ടാലിയിലേക്ക് എത്തുന്നു. ഈ തവണ ആ കപ്പ് പഞ്ചാബ് തൂക്കും. കാരണം ആവറേജ് പോയിന്റ് ആണ് ഇതിനു വേണ്ടിയിട്ട് പരിഗണിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ നിങ്ങൾ കണ്ടിട്ടുള്ള നല്ല നടപ്പിന്റെ പുരസ്കാരം കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ടീം ഏതായിരിക്കും? അതുപോലെ തന്നെ ഒരു അഹങ്കാരി പട്ടം കൊടുക്കാൻ പറ്റിയിട്ടുള്ള ടീം അതേതായിരിക്കും? നല്ല നടപ്പുകാരെയും അഹങ്കാരിക്കാരെയും മെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കല്ലേ.